Hello students, welcome to SSLC English presented by Classes Academy. SSLC English പാഠഭാഗത്തിലെ The Adventures of Banyan Tree എന്ന പാഠഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. ഇതിലെ കഴിഞ്ഞ വീഡിയോ, അതായത് ഒന്നാമത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാവരും കാണണം. രണ്ടാമത്തെ വീഡിയോ ആണിത്. നമുക്ക് തുടങ്ങാം. അതിനുമുമ്പ് ഒരു കാര്യം പറയുകയാണ്. മലയാളം മീഡിയം സ്റ്റുഡൻസിനെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ലെസന്റെ മലയാളം പരിഭാഷയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. ഓക്കെ, ലെറ്റ് us start. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മിക്സഡ് റീഡിംഗ് വരെയാണ് പറഞ്ഞത്. അതിന്റെ ബാക്കിയുള്ള ഭാഗമാണ് പറയുന്നത്. When I did not feel like reading, I could look down through the banyan leaves at the world below. When I did not feel like reading, വായിക്കാൻ എനിക്ക് തോന്നാത്ത സമയത്ത് I could look down through the banyan leaves, ആൽമരത്തിന്റെ ഇലകൾക്കിടയിലൂടെ ഞാൻ നോക്കും. അപ്പൊ എന്താ കാണുന്നേ? The world below. അപ്പൊ താഴെയുള്ള ലോകമാണ് കാണുന്നത്. എന്തൊക്കെയാണ് ഇവിടെ കാണുന്നേ? ഗ്രാൻഡ്മദർ ഹാങ്ങിങ് അപ്പ് ഓർ ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്. വാഷിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അലക്കിയ തുണികള് ഹാങ്ങിങ് അപ്പ്, അവിടെ തൂക്കുന്നതും, അയയിൽ തൂക്കുന്നതും, ഓർ ടേക്കിംഗ് ഡൗൺ, അല്ലെങ്കിൽ അത് എടുക്കുന്നതും, ഉണങ്ങിയ തുണികൾ എടുക്കുന്നതും. അതുപോലെ at the cook quarreling with a fruit vendor, or at grandfather grumbling at the hardy Indian marigolds which insisted on springing up all over his very English garden. The cook quarreling with a fruit vendor. പാചകക്കാരൻ പഴം വിൽപ്പനക്കാരനുമായിട്ട് വഴക്കടിക്കുന്നതും. ഗ്രാൻഡ്ഫാദർ ഗ്രംബ്ലിംഗ്, ഗ്രാൻഡ്ഫാദർ ദേഷ്യത്തോടെ പിറുപിറുക്കുന്നത് കേൾക്കാം. എന്തിനെ സംബന്ധിച്ചാണ്? at the hardy Indian marigolds which insisted on springing up all over his very English garden. അദ്ദേഹത്തിന് ഒരു ഇംഗ്ലീഷ് ഗാർഡൻ ഉണ്ട്. അദ്ദേഹം ഒരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനില് ഇന്ത്യൻ മാരിഗോൾഡ്സ് എന്ന പൂച്ചെടികള്, ശക്തിയേറിയ ആ പൂച്ചെടികള് പടർന്നു കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ദേഷ്യത്തോടുകൂടി പിറുപിറുക്കുന്നത് കേൾക്കാം. ഇതെല്ലാം ആ ഇലകൾക്കുള്ളിൽ കാണുന്നുണ്ട് കുട്ടി. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻഡ് while I was in the banyan tree. ആ ബനിയൻ ട്രീയിൽ ഇരിക്കുമ്പോഴ് യാതൊന്നും പ്രത്യേകമായിട്ടൊന്നും അത്ഭുതകരമായിട്ടൊന്നും തന്നെ സംഭവിക്കാറില്ലായിരുന്നു ആണ് പറഞ്ഞത്. അപ്പൊ ഈ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ എന്തെങ്കിലും മീനിങ് അറിയാൻ പാടില്ലെങ്കിൽ അത് ഞാനൊരു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഹാങ്, എന്താ ഹാങ് എന്ന് പറഞ്ഞാല് തൂക്കിയിടുക എന്നാണ് അർത്ഥം, അല്ലെ? ഹാങ് തൂക്കിക്കൊല്ലുക എന്നർത്ഥം. ഹാങ് ഹിം, പണ്ടൊക്കെ തൂക്കിക്കൊല്ലുക എന്ന് രാജാവ് ആജ്ഞാപിക്കുന്നത്. ഹാങ് ഹിം, ഹാങ് എന്ന് പറഞ്ഞാൽ തൂക്കിയിടുക എന്നാണ്, അല്ലേ? അതാണ്. ക്വാറലിംഗ് വിത്ത് എന്നുള്ള ഈ യൂസേജ് ശ്രദ്ധിക്കുക. ക്വാറൽ വിത്ത്, അല്ലെ? ശണ്ടയടിക്കുക, വഴക്കടിക്കുക എന്നൊക്കെ അർത്ഥം മലയാളത്തിൽ പറയും. ഗ്രംബിളിംഗ്, എന്താണ് ഗ്രംബിളിംഗ് എന്ന് പറഞ്ഞാല്? വെണ്ടർ എന്ന വാക്ക് കേട്ടാണല്ലോ നിങ്ങൾ. വെണ്ടർ മീൻസ് സെല്ലർ. ഗ്രംബിളിംഗ് മീൻസ് പരാതി പറയാം. ടു കംപ്ലൈൻ ഇൻ എ ബാഡ് ടെമ്പേർഡ് വേ, ദാറ്റ് ഈസ് ഗ്രംബിളിംഗ്. ഹാർഡി എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നല്ല കരുത്തുള്ള. വിച്ച് ക്യാൻ സസ്റ്റെയിൻ ഇൻ എനി ക്ലൈമറ്റ്, ഏത് കാലാവസ്ഥയിലും അതിജീവിക്കാൻ, ശൈത്യ കാലാവസ്ഥയിലേക്ക് അതിജീവിക്കാൻ കഴിവുള്ള ഒരു ചെടിയാണ്, പൂച്ചെടിയാണ് മാരിഗോൾഡ്, ഇന്ത്യൻ മാരിഗോൾഡ്. അതാണ്. അപ്പൊ പിന്നെ ഇതിനകത്ത് എക്സൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ വണ്ടർഫുൾ തിങ്, അതാണ്. ആവേശകരമായെന്നും പറയും. ഇതാണ് നമുക്ക് ഇതിനകത്ത് അറിയാം. എക്സൈറ്റ്മെന്റ് നൗൺ ഫോം ആണ് എക്സൈറ്റ്മെന്റ്. ഇവിടെ ഇനഫ് എക്സൈറ്റ്മെന്റ് ഉപയോഗിച്ചിരിക്കുന്നു. എക്സൈറ്റ്മെന്റ് നൗൺ ഫോം ആയതുകൊണ്ട് ഇനഫ് നമ്മൾ ആദ്യം ഉപയോഗിക്കണം. കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ് ഇനഫിന്റെ യൂസേജ്, ഞാൻ പറഞ്ഞാണ്. അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കുക. That was the time I saw a mongoose and a cobra fight to death in the garden while I sat directly above them in the banyan tree. എന്താണ് കണ്ടത്? ഇതിനു മുമ്പ് പറയുന്നുണ്ട്.
one particular afternoon. പക്ഷെ ഒരു പ്രത്യേക ഉച്ച കഴിഞ്ഞ സമയം. I had enough excitement to last me through the summer. ആ വേനൽക്കാലം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഒരു അത്ഭുത സംഭവം ഉണ്ടായിരുന്നു. അതാണ് എടുത്തു പറയുന്നത്. ആ അത്ഭുത സംഭവം, ആ ഇൻസിഡന്റ് ആണ് ഈ പറയുന്നത്. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണത്. That was the time I saw a mongoose and a cobra fight to death. അവിടെ എന്താ കാണുന്നത്? ഒരു കീരിയും ഒരു മൂർഖം പാമ്പും മരണം വരെ, അല്ലെ, അതാണ് ഫൈറ്റ് ടു ഡെത്ത്, മരണം വരെ പോരാടുന്ന കാഴ്ചയാണ് കണ്ടത്, ആ സമയം കണ്ടത്. അപ്പോൾ ഞാൻ എവിടെയായിരുന്നു? While I sat directly above them in the banyan tree. ആൽമരത്തിൽ അവർക്ക് നേരെ മുകളിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. Where was the boy sitting? The boy was sitting directly above them in the banyan tree. മനസ്സിലല്ലോ പറഞ്ഞേ? അതാണ്. But what was the incident that triggered a long-lasting excitement for the boy in summer? ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. What was the incident that triggered a long-lasting excitement for the boy in summer? ആ സമ്മറില് എന്നെന്നും കുട്ടി ഓർക്കത്തക്ക രീതിയിൽ അല്ലേ ആരംഭിച്ച അത്ഭുതകരമായിട്ടുള്ള ഒരു സംഭവം, എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം എന്തായിരുന്നു? ദ ഫൈറ്റ് ബിറ്റ്വീൻ, അതാണ് പറയുന്നത്, എ ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് എ മംഗൂസ്. അതാണ് ആ സംഭവമായിരുന്നു കണ്ടത്. മനസ്സിലായ? ക്ലിയർ? It was an April afternoon and the warm breezes of approaching summer had sent everyone, including grandfather, indoors. അതൊരു ഏപ്രിൽ മാസം ഉച്ചകഴിഞ്ഞ സമയമായിരുന്നു. What was the time? An April afternoon. And the warm breezes of approaching summer had sent everyone, including grandfather, indoors. Grandfather അടക്കം എല്ലാവരും വീട്ടിനകത്തേക്ക് പോയി. കാരണം എന്താ? The warm breezes of approaching summer. ചൂടുള്ള ഇളം കാറ്റ്. കാരണം എന്താണ് അപ്രോച്ച് ചെയ്യുന്നത്? വേനൽക്കാലം. വേനൽക്കാലം അപ്രോച്ച് ചെയ്യാണ്, സമീപിക്കുകയാണ്. അപ്പൊ അതിന്റെ തുടക്കം എന്ന നിലയിൽ ചൂടുള്ള ഇളം കാറ്റ് അടിക്കുന്നുണ്ട്. അപ്പൊ അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാവരും, ഗ്രാൻഡ് ഫാദർ അടക്കം എല്ലാവരും വീടിനകത്തേക്ക് കയറി. വീടിനകത്തേക്ക് കയറിയ കാഴ്ചയാണ് കാണുന്നത്. ഐ വാസ് ഫീലിംഗ് ഡ്രൗസി. എനിക്കാണെങ്കിൽ വളരെ ഉറക്കം വരുന്ന പോലെയായിരുന്നു. Feeling drowsy means sleepy myself, and was wondering if I should go to the pond behind the house for a swim. വീടിന് പുറകിലായിട്ട് ഒരു കുളമുണ്ട്, ആ കുളത്തിൽ പോയി ഒന്ന് നീന്തി അല്ലെ കുളിക്കാം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. When അപ്പോൾ I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. അപ്പോഴാണ് ഒരു കറുത്ത കരിമൂർഖൻ അല്ലെ ഗ്ലൈഡിങ് ഔട്ട് ഓഫ്, എഴഞ്ഞു വരെയാണ്, എ ക്ലംബ് ഓഫ് കാക്ടസ്, കള്ളിമുൾച്ചെടിയുടെ കൂട്ടങ്ങൾക്ക് ഇടയിൽ നിന്ന് ഇഴഞ്ഞ്, ആൻഡ് മേക്കിംഗ് ഫോർ സം കൂളർ പാർട്ട് ഓഫ് ദ ഗാർഡൻ, ആ തോട്ടത്തിന്റെ തണുപ്പുള്ള ഭാഗത്തേക്ക് അവൻ നീങ്ങുകയാണ്. അറ്റ് ദ സെയിം ടൈം, അതേ സമയത്ത് എന്താണ് സംഭവിച്ചത്? മറ്റൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. എ മംഗൂസ്, ഒരു കീരി, whom I had often seen. ഈ ബ്രാക്കറ്റ് കൊടുക്കുന്ന കാര്യം ശ്രദ്ധിച്ചേ, ഞാൻ പലപ്പോഴും അവനെ കണ്ടിട്ടുണ്ടെന്ന്. അപ്പൊ ഈ കുട്ടി നേരത്തെ കണ്ടിരുന്ന അവിടെ ചുറ്റുപാടുമൊക്കെ അല്ലെ ചുറ്റി നടന്നിരുന്ന ഒരു മംഗൂസാണ്, കീരിയാണ്. എമർജ്ഡ്, പുറത്തേക്ക് വന്നു. എമർജ്ഡ്, പുറത്തേക്ക് വന്നു അല്ലെ, അപ്പിയേർഡ്. then from the bushes, ആ കുറ്റിക്കാട്ടിൽ നിന്ന് പുറത്തു വന്നു. and went straight for the cobra. നേരെ മനസ്സിലായ, ആ കോബ്രയുടെ നേരെ, മൂർഖൻ പാമ്പിന്റെ നേരെ തിരിഞ്ഞു. അതാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ഡ്രൗസി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഡ്രൗസി മീൻസ് സ്ലീപ്പി. ഡ്രൗസി പറയുന്നുണ്ട്, ഡ്രൗസി കണ്ടോ, ഡ്രൗസി, സ്ലീപ്പി. ഈ സെൽഫ് വേർഡ് ശ്രദ്ധിക്കുക, മൈ സെൽഫ്. ഐ എന്ന വാക്കിന്റെ സെൽഫ് വേർഡ് ആണ് മൈ സെൽഫ്. ഷീ ആണെങ്കിൽ ഹെർ സെൽഫ്, ഹി ആണെങ്കിൽ ഹിംസെൽഫ്, യു ആണെങ്കിൽ യുവർ സെൽഫ്. പ്ലൂറൽ ആണെങ്കിൽ മാത്രം സെൽഫ് പോയിട്ട് സെൽഫ്സ് ആയി മാറും. അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. ഇവിടെ ഈഫ് ഐ ഷുഡ് ഗോ ടു, ഈഫ് എന്ന് പറഞ്ഞാല് കണ്ടീഷണൽ ക്ലോസ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് വെദർ എന്ന ആശയമാണ്. അതായത് ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കണക്ഷൻ ലിങ്ക് വേർഡ് അല്ലെങ്കിൽ കണക്ഷൻ വേർഡ് ആണിത്. വെദർ അല്ലെ, അതായത് ചോദ്യം എങ്ങനെയാണ്? ഷാൽ ഐ ഗോ ടു ദ പോണ്ട് ബിഹൈൻഡ് ദ ഹൗസ് ഫോർ എ സ്വിം അല്ലെ, വെദർ ഐ ഷുഡ് ഗോ, റിപ്പോർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വരും. അപ്പൊ അങ്ങനെയുള്ള യൂസേജ് ആണത് ഇഫ് ഉപയോഗിച്ചിരിക്കുന്നത്.
മനസ്സിലായല്ലോ പറഞ്ഞു. ഗ്ലൈഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്ലൈഡിങ് ഇഴഞ്ഞു നീങ്ങുക അല്ലെ. ക്ലംബ്, ഒരു ക്ലംബ് എന്ന് പറഞ്ഞിട്ടില്ലേ ഇവിടെ, ആണ് ക്ലംബ് ഓഫ് കാക്ടസ്. എന്താ ക്ലംബ് എന്ന് പറഞ്ഞാല്? എ ക്ലസ്റ്റർ, കൂട്ടം. പിന്നെ എമർജ്ഡ് ഫ്രം, എന്താ എമർജിങ് എന്ന് പറഞ്ഞാല്? കമ്മിങ് ഔട്ട്, എമർജിങ്, കമ്മിങ് ഔട്ട്. ഹു കെയിം ഔട്ട്? ഹു എമർജ് ഫ്രം ദ ബുഷസ്? ആരാണ് ബുഷസിൽ നിന്ന് പുറത്തേക്ക് വന്നത്? എ മംഗൂസ്. എ മംഗൂസ് എമർജ് ഫ്രം ദ ബുഷസ് ആൻഡ് വെൻ സ്ട്രേറ്റ് ഫോർ ദ കോബ്ര. വായിക്കുമ്പോൾ മനസ്സിലെത്തി എല്ലാം വായിക്കണം, ഒരു പ്രാവശ്യം വായിക്കണം, പിന്നെ പലവട്ടം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് എക്സർപ്റ്റ് ചോദിക്കും. അപ്പൊ അതിൽ നിന്നൊരു 3-4 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു ഷോർട്ട് പാരഗ്രാഫ് ചോദിച്ചിട്ട് അതിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവും പരീക്ഷയ്ക്ക്. അപ്പൊ അത് വളരെ നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായ? അപ്പൊ ഇത് മനസ്സിലായോ? ഇവിടെ എമർജ് മീൻസ് കം ഔട്ട്, പുറത്തോട്ട് വരുന്നതാണ് എമർജിങ് എന്ന് പറയുന്നത്. അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കുക. ഇൻ എ ക്ലിയറിംഗ്, ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ, മരത്തിനടിയിലെ തെളിഞ്ഞ സ്ഥലത്ത്, മരത്തിനടിയിലെ തെളിഞ്ഞ സ്ഥലത്ത്. ഇൻ ബ്രൈറ്റ് സൺഷൈൻ, തിളങ്ങുന്ന സൂര്യപ്രകാശത്തില് അല്ലെ. ദേ മീൻസ് ഹൂ? ആരാണ് ദേ എന്ന് പറയുന്നത്? ദേ റെപ്രസെന്റ്സ് കോബ്ര ആൻഡ് ദ മംഗൂസ്. കെയിം ഫേസ് ടു ഫേസ്, ദേ കെയിം ഫേസ് ടു ഫേസ്, അവര് മുഖാമുഖം വന്നു ആണ്. ബിനീത്ത്, ബിനീത്ത് പറഞ്ഞാല് അണ്ടർ, അടിയില്. ബ്രൈറ്റ് മീൻസ് ഷൈനിങ്, ഫേസ് ടു ഫേസിന് മുഖത്തോട് മുഖം വരിക. കോബ്ര ന്യൂ ഓൺലി ടു വെൽ that the grey mongoose, 3 feet long, was a super fighter, clever and aggressive. Cobra knew only too well. മൂർഖമ്പാമ്പിന് അറിയാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? ദ ഗ്രേ മംഗൂസ്, ആ ചാരനിറത്തിലുള്ള കീരി, 3 feet long, 3 അടി നീളമുള്ള ചാരനിറത്തിലുള്ള കീരി അല്ലെ. എങ്ങനെയാണ്? ക്ലവർ, ബുദ്ധിമാനും, അതുപോലെ അഗ്രസീവ്, ഫൈറ്റിംഗ് മെന്റാലിറ്റി ഉള്ളത്, അഗ്രസീവ്, അക്രമാസക്തനായിട്ടുള്ള, അക്രമ സ്വഭാവമുള്ള അല്ലെ, ഒരു മികച്ച ഫൈറ്റർ ആണെന്ന്, ഒരു സൂപ്പർബ് ഫൈറ്റർ ആണെന്ന് അല്ലെ എന്നറിയാമായിരുന്നു. സൂപ്പർ ഫൈറ്റർ, ക്ലവർ ആൻഡ് അഗ്രസീവ്. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. കോബ്രയും വളരെ കഴിവുള്ള, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, പ്രായോഗിക പരിജ്ഞാനമുള്ള, വളരെ പരിചയസമ്പന്നനായിട്ടുള്ള ഒരു ഫൈറ്റർ ആയിരുന്നു, പോരാളിയായിരുന്നു. He could move swiftly and strike with the speed of light. മൂർഖന് എന്ത് കഴിവായിരുന്നു? He could move, എബിലിറ്റി ആണ് could എന്ന് പറയുന്നത്, കാന്റെ പാസൻസ് ആണ്. He could move swiftly, what means swiftly, speedily, and strike with the speed of light. പ്രകാശത്തിന്റെ വേഗതയോടുകൂടി എതിരാളിയെ കൊത്താൻ സാധിക്കും. And the sacs behind his long sharp fangs were full of deadly venom. അപ്പൊ ഇവിടെ പ്രകാശ വേഗതയിൽ കൊത്താൻ അവന് കഴിയും. അവന്റെ നീണ്ടു കൂർത്ത വിഷപ്പല്ലുകള് ആണ് പറയുന്നത് ഇവിടെ, ഷാർപ്പ് ഫാങ്സ്. നീണ്ടു കൂർത്ത വിഷപ്പല്ലുകളെയാണ് ഫാങ്സ് എന്ന് പറയുന്നത്. ആ വിഷപ്പല്ലുകള് ഫുൾ ഓഫ് ഡെഡ്ലി വെനം. എവിടെയാണ്? അതിന്റെ പുറകിലെന്തിരിക്കുന്നുണ്ട്? സാക്സ്, വിഷം നിറച്ച സഞ്ചികൾ. ബാഗ്സ് കണ്ടെയ്നിങ് പോയിസൺ. സാക്സ് ബിഹൈൻഡ് ഈസ് ലോങ് ഷാർപ്പ് ഫാങ്സ് വെർ ഫുൾ ഓഫ് ഡെഡ്ലി വെനം. ഡെഡ്ലി മീൻസ് മാരകമായിട്ടുള്ള, ഡേഞ്ചറസ് ആയിട്ടുള്ള. വെനം, വെനം മീൻസ് പോയിസൺ. അതാണ്. അപ്പോ പാമ്പിന്റെ നീണ്ടു കൂർത്ത വിഷപ്പല്ലുകൾക്ക് പുറകിലെ സഞ്ചിയില് മാരകമായ വിഷം നിറഞ്ഞിരുന്നു. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ചാമ്പ്യന്മാരുടെ ഒരു പോരാട്ടം തന്നെ ആകുമായിരുന്നത്. അത് വീരന്മാർ തമ്മിലുള്ള ഒരു പോരാട്ടമായിരുന്നു ഉദ്ദേശിക്കുന്നത്. ഹിസിംഗ് ഡിഫൻസ്, ഒരു ചീൽക്കാര ശബ്ദത്തോടുകൂടി, ചീറ്റലോടുകൂടി, വെല്ലുവിളിച്ചുകൊണ്ട്. ഡിഫൻസ്, ഒരു ചലഞ്ചിങ് ആറ്റിറ്റ്യൂഡ്, അതാണ് ചലഞ്ചിങ് വേ. ഡിഫൻസ്, ഡിഫൻസ് ചലഞ്ചിങ് മെത്തേഡാണ്. അപ്പൊ ചലഞ്ചിങ് ആയിട്ടുള്ള ആളെ നമ്മള് വെല്ലുവിളിക്കുന്നതിനാണ് ഡിഫൻസ് എന്ന് പറയുന്നത്. അത്യധികം ശീൽക്കാരത്തോടുകൂടി, പാമ്പിന്റെ ശീൽക്കാരമാണ്, ശബ്ദമാണ്. ഹിസ് ഫോർക്ക്ഡ് ടങ്, അതിന്റെ നാക്ക് രണ്ടായി പിരിഞ്ഞ നാക്കാണ്. നാക്ക് പുറത്തോട്ട് ഇടാണ്. ഡാർട്ടിങ് ഇൻ ആൻഡ് ഔട്ട്, അത് അകത്തോട്ടും പുറത്തോട്ടും ഇങ്ങനെ രണ്ടായി പിരിഞ്ഞ നാക്ക് ഇങ്ങനെ പുറത്തോട്ടും അകത്തോട്ടും ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ദ കോബ്ര റേസ്ഡ് 3 of his 6 feet ഓഫ് ദ ഗ്രൗണ്ട്. 6 അടി നീളമുള്ള ആ കോബ്ര അവന്റെ ശരീരത്തിന്റെ 3 അടിയോളം തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് എന്താ ചെയ്തേ? ഉയർത്തിക്കൊണ്ട് എന്ത് ചെയ്തു?
and spread his, what did he do? He spread his broad spectacle hoods. അവന്റെ വിശാലമായ ആ പത്തി, കണ്ണാടി പോലെ അടയാളമുള്ള ആ പത്തി ഇങ്ങനെ വിരിച്ചു നിന്നു. ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ. അതേസമയം മംഗൂസ് എന്താ ചെയ്തേ? കീരി അവന്റെ വാലൊക്കെ വിടർത്തി, അല്ലേ? ദ മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ, ദ ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റൂഡ് അപ്പ്. അങ്ങനെ വിടർത്തിയപ്പോ എന്താ സംഭവിച്ചത്? അവന്റെ മുതുകിലുണ്ടായിരുന്ന ആ നീണ്ട രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു. ബ്രാക്കറ്റ് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഇൻ ദ പാസ്റ്റ് ദ വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ ഹാഡ് സേവ്ഡ് ഹിം ഫ്രം ബൈറ്റ്സ് ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫാറ്റൽ ടു അതേഴ്സ്. മറ്റുള്ളവർക്ക് മാരകമാകാവുന്ന കടിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് ഈ നീണ്ട കട്ടി കൂടിയ അവന്റെ രോമങ്ങൾ അവനെ സഹായിച്ചിരുന്നു മുൻപ്. Though the combatants were unaware of my presence in the banyan tree. ആ banyan tree ഇരുന്ന എന്റെ സാന്നിധ്യം ഈ പോരാളികൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. But they soon became aware of the arrival of 2 other spectators. പക്ഷേ അവർക്ക് മറ്റു 2 കാഴ്ചക്കാർ അവിടെ എത്തിയത് അവരറിഞ്ഞു. One was a myna and the other a jungle crow. മറ്റൊരു കാട്ടുകാക്കയായിരുന്നു. ഒരു മൈനയും ഒരു കാട്ടുകാക്കയും. ആ കാട്ടുകാക്കയെ പറഞ്ഞിട്ടുണ്ട് നോട്ട് ദ വൈലി അർബൻ ക്രോ. വൈലി മീൻസ് കണ്ണിങ്, വളരെ സൂത്രശാലിയായിട്ടുള്ള പട്ടണപ്രദേശത്തിലെ കാക്കയൊന്നും അല്ലാതെ ഒരു കാട്ടിലെ കാക്ക, ഒരു മൈന ഉണ്ടായിരുന്നു. ഇവരേത് സ്പെക്ടേറ്റേഴ്സ് ആയിരുന്നു, കാഴ്ചക്കാരാണ്. അതുകൂടാതെ അവർ അതിനകത്ത് പങ്കെടുത്തു. അതായത് കോബ്രയും അതുപോലെ മംഗൂസും എങ്ങനെയാണോ ഇതിൽ ഫൈറ്റ് പങ്കെടുത്തത്, അതേപോലെ തന്നെ ഇവരും അതിനകത്ത് പാർട്ടിസിപ്പൻസ് ആയി മാറി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ജംഗിൾ ക്രോ ഹാഡ് സീൻ ദീസ് പ്രിപ്പറേഷൻസ് ഫോർ ബാറ്റിൽ. യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ അവർ കാണുന്നുണ്ടായിരുന്നു. പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പുകൾ അവർ കണ്ടിരുന്നു. അതാണ്. ഹാഡ് ദേ ബീൻ കണ്ടന്റ് ഓൺലി ടു വാച്ച്. അവര് ഇത് കണ്ടിരിക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പ് മാത്രമേ ഉള്ളൂ, അതിൽ മാത്രം സംതൃപ്തരായിരുന്നെങ്കിൽ all would have been well with both of them. 2 പേർക്കും കുഴപ്പമില്ലാതെ നല്ലതാകുമായിരുന്നു. അതിൽ പങ്കെടുക്കാതെ അവരത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഉണ്ടാകുമായിരുന്നില്ല. The cobra stood on the defensive, swaying slowly from side to side, trying to mesmerize the mongoose into marking a false move. The cobra stood on the defensive, swaying slowly from side to side. ഈ കോബ്ര എന്താ ചെയ്തേ? മൂർഖൻ തല ഇരുവശത്തേക്കും ചലിപ്പിച്ചിട്ട് അതിന്റെ പ്രതിരോധം തീർത്തു. മറ്റുള്ളവര് ഡിഫൻസ് നേടില്ലേ, ഡിഫൻസ് മിനിസ്റ്റർ നേടുന്നുണ്ടോ? ഡിഫൻസീവ്, ഡിഫൻസ് മിനിസ്റ്റർ പ്രതിരോധ മന്ത്രി അല്ലേ, അതാണ് ഡിഫൻസ് മിനിസ്റ്റർ നേടുന്നുണ്ടോ? ദ കോബ്ര സ്റ്റുഡ്, സ്റ്റാൻഡ് എന്നതിന്റെ പേഴ്സൺസ് ആണ് സ്റ്റുഡ് കേട്ടോ. ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫൻസീവ്, പ്രതിരോധം തീർത്തു. സ്വേയിങ് സ്ലോലി, സ്വേയിങ് എന്ന് പറയുന്നത് ആടുക, ഇരുവശത്തേക്കും ചലിപ്പിക്കുക. സ്വേയിങ് സ്ലോലി, പതുക്കെ. ഫ്രം സൈഡ് ടു സൈഡ്, 2 വശത്തേക്ക് ഇങ്ങനെ ചലിപ്പിക്കുകയാണ്. ട്രൈങ് ടു മെസ്മറൈസ് ദ മംഗൂസ്. വാട്ട് വാസ് ഹി ഡൂയിങ്? ഹി വാസ് ട്രൈങ് ടു മെസ്മറൈസ്. മെസ്മറൈസ് എന്ന് പറഞ്ഞാൽ അതിനെ വശീകരിക്കുക, അതാണ് മെസ്മറൈസ് ചെയ്യുക എന്ന് പറഞ്ഞത്. മെസ്മറൈസ് മീൻസ് ടു ഹിപ്നോട്ടൈസ് എന്നിട്ടല്ലേ, ഹിപ്നോട്ടൈസ് ചെയ്യുന്നിട്ടല്ലേ, ഒരാൾ മനം മയക്കുക അല്ലെങ്കിൽ വശീകരിക്കുക എന്നൊക്കെ പറയും. മെസ്മറൈസ് ദ മംഗൂസ് ഇൻടു മാർക്കിംഗ് എ ഫാൾസ് മൂവ്. മംഗൂസിൽ നിന്നും ഒരു തെറ്റായ ഒരു മൂവ്, ഒരു സ്റ്റെപ്പ് അതും പ്രതീക്ഷിച്ചുകൊണ്ട്, അതിൽ നിന്നും മംഗൂസ് ഒരു തെറ്റായ ഒരു മൂവ്, ഒരു ചലനം നടത്തുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവനെ മെസ്മറൈസ് ചെയ്യാൻ അല്ലെങ്കിൽ വശീകരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കോബ്ര. But the mongoose knew the power of his opponent's glassy, unwinking eyes. പക്ഷെ മംഗൂസ് എന്തറിയായിരുന്നു? ദ പവർ ഓഫ് ഹിസ് ഒപ്പോണൻസ്, തന്റെ എതിരാളിയുടെ അല്ലെ ഗ്ലാസി അൺവിങ്ക്ലിംഗ് ഐസ്, ഗ്ലാസ് പോലെയുള്ള അല്ലെ ഇമജിമ്മാത്ത കണ്ണുകളുടെ പവർ എന്താണെന്ന് അറിയാമായിരുന്നു. ആൻഡ് റെഫ്യൂസ് ടു മീറ്റ് ദം. അതുകൊണ്ട് കീരി എന്ത് ചെയ്തില്ല, അങ്ങോട്ട് നോക്കിയില്ല. റെഫ്യൂസ്ഡ് ടു മീറ്റ് ദം. മെസ്മറൈസ് എന്ന് അർത്ഥം മനസ്സിലായില്ലേ? ഹിപ്നോട്ടൈസ്, വശീകരിക്കുക എന്നൊക്കെ അർത്ഥം കേട്ടോ. സ്റ്റാൻഡപ്പ് ആസൻസ് ആണ്. ഡിഫെൻസീവ് അല്ല, ഡിഫൻസ് ആവുക. ഡിഫൻസ് പറഞ്ഞാൽ പ്രതിരോധം തീർക്കാന്ന് പറയും അല്ലേ.
ഒരു കോമ്പാറ്റിൽ നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ ആക്രമിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യും. അതിനാണ് ഡിഫെൻസ് ചെയ്യുക എന്ന് പറഞ്ഞത് കേട്ടോ. മീറ്റ്, മീറ്റിന്റെ പാസ്റ്റൻസ് എന്താ? മെറ്റ് അല്ലേ? ഇതിൽ കുറെ ചോദ്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ആ ചോദ്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് പിന്നീട് നമുക്ക് അതിന്റെ ആൻസറുകളൊക്കെ പറയാം കേട്ടോ. ഇത് കൂടുതൽ ആൻസർ പറഞ്ഞാൽ സമയം ഒരുപാട് ലെങ്തി ആവും, അതുകൊണ്ടാണ്. അടുത്ത, instead he fixed his gaze at the point just below the cobra's hood and opened the attack. പകരം എന്താ ചെയ്തത്? he fixed his gaze, gaze means look, നോട്ടം, at a point just below the cobra's hood. മൂർഖൻ റാമിന്റെ പത്തി ഉണ്ടല്ലോ, അതിന്റെ തൊട്ട് താഴേക്ക് അവനെ നോക്കിയുള്ളൂ. ആൻഡ് ഓപ്പൺ ദ അറ്റാക്ക്, എന്നിട്ട് അക്രമം ആരംഭിച്ചു. കണ്ണിലേക്ക് നോക്കാതെ പത്തിയുടെ തൊട്ട് താഴെയുള്ള ആ ബിന്ദുവിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ആക്രമണം ആരംഭിച്ചു. അതാണ് മൂവിങ് ഫോർവേഡ് ക്വിക്കലി, വേഗത്തിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ട്. മൂവിങ് ഫോർവേഡ് ക്വിക്കലി, അതിവേഗത്തിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ട്. അണ്ടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച്, അതിവേഗത്തിൽ മുന്നോട്ട് കുതിച്ച് മൂർഖനെ എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിൽ തൊട്ടടുത്തെത്തി. അതാണ് അണ്ടിൽ ഹി വാസ്, അതുവരെ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച്. കോബ്രയ്ക്ക്, കരിമൂർഖനെ നമുക്ക് എത്തിപ്പിടിക്കാവുന്ന അതിനുള്ള ദൂരത്തെത്തിയിട്ട് ഹി മെയ്ഡ് എ ഫെയിൻഡ്. ഫെയിൻഡ് മീൻസ് ഡിസ്ട്രാക്റ്റഡ് അറ്റാക്ക് എന്ന് പറയും. മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു അറ്റാക്ക്, അതാണ് ഫെയിൻഡ് എന്ന് പറയുന്നത്. ടു വൺ സൈഡ്, ഒരു വശത്ത് നിന്നും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അറ്റാക്ക്, ഒരു ആക്രമണം, ഒരു വ്യാജ ആക്രമണം എന്നൊക്കെ പറയാം. തെറ്റായ ഒരു ആക്രമണം നടത്തി. ഇമ്മീഡിയറ്റ്ലി ദ കോബ്ര സ്ട്രക്ക്, ഉടൻ തന്നെ അല്ലെ കോബ്ര മൂർഖൻ എന്ത് ചെയ്തു? ആഞ്ഞു കൊത്തി. ഹിസ് ഗ്രേറ്റ് ഹൂഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി, ആഞ്ഞു കൊത്തുമ്പോൾ അവന്റെ ആ പത്തി വളരെ വേഗത്തിൽ താഴോട്ട് ചലിക്കുന്നത് കണ്ടു. ദാറ്റ് ഐ തോട്ട്, അപ്പൊ ഞാൻ വിചാരിച്ചു, നത്തിങ് കുഡ് സേവ് ദ മംഗൂസ്, ഇനി ഈ കീരിയെ രക്ഷപ്പെടുത്താൻ ഒന്നിനും കഴിയില്ല, കീരിയെ രക്ഷപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്ന് ഞാൻ വിചാരിച്ചു അല്ലേ. പക്ഷെ എന്താ സംഭവിച്ചത് അല്ലേ? ഈ കീരിയെ രക്ഷപ്പെടുത്താൻ ഇനി ആർക്കും സാധിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ദ ലിറ്റിൽ ഫെല്ലോ ജംപ്ഡ് നീറ്റ്ലി ടു വൺ സൈഡ്. പക്ഷെ ആ കൊച്ചു കീരി എന്ത് ചെയ്തു? അവൻ ഭംഗിയായിട്ട് ഒരു വശത്തേക്ക് ചാടി മാറി. അതാണ് the cobra struck. His great hood came down so swiftly that I thought nothing could save the mongoose. But the little fellow jumped neatly to one side. വൃത്തിയായിട്ട് ഒരു സൈഡിലേക്ക് ചാടി മാറി. ആൻഡ് darted in. അതുപോലെ അതിവേഗത്തിൽ പാഞ്ഞു എന്ന്. ഡാർട്ടഡ്, അതിവേഗത്തിൽ പാഞ്ഞു എന്നതാണ് ഡാർട്ട്. ഈ ആരൊക്കെ പോകുന്നതിന് ഡാർട്ടിങ് എന്നാണ് പറയുന്നത്. In as swiftly as കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. As swiftly as the cobra. കോബ്ര എത്ര സ്പീഡിലാണ് വന്ന് അതേ സ്പീഡിൽ തന്നെ അവൻ ചാടി ചെന്നിട്ട് ബൈറ്റിംഗ് ദ സ്നേക്ക് ഓൺ ദ ബാക്ക്, പാമ്പിന്റെ പുറകിൽ ചെന്നൊരു കടി കൊടുത്തു. ആൻഡ് ഡാർട്ടിങ് അവേ അഗെയിൻ ഔട്ട് ഓഫ് റീച്ച്, പാമ്പിന് എത്താൻ പറ്റാത്ത രീതിയിൽ അവൻ തിരിച്ച് അതിവേഗത്തിൽ തിരിച്ചു ചെന്നു, പാഞ്ഞുപോയി. മനസ്സിലായോ? ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ദ മോമെന്റ്, ആ പാമ്പ് ആ കൊത്തിയ, ദ മോമെന്റ് ദ കോബ്ര സ്ട്രക്ക്, പാമ്പ് കൊത്തിയല്ല ആ സമയത്ത്, ദ ക്രോ ആൻഡ് ദ മൈന, അവിടെ സ്പെക്ടേറ്റേഴ്സ് ആയിട്ട് ഇരുന്ന ക്രോയും മൈനയും, കാക്കയും മൈനയും, ഹേൾഡ് ദംസെൽസ് അല്ലെ, ഹേളിങ് മീൻസ് ഫ്ലിങ്ങിങ് വിത്ത് എന്ന് പറഞ്ഞാൽ പറന്നു വരികയാണ്, വീശി എറിഞ്ഞു വരികയാണ്. ദംസെൽസ് അറ്റയും കോബ്രയുടെ നേരെ വരികയാണ്. ഓൺലി ടു കൊളൈഡ് ഹെവിലി, പക്ഷെ എന്താ സംഭവിച്ചേ? പാതി വഴിയിൽ ഒരു പരസ്പരം ശക്തിയായിട്ട് കൊളൈഡ് കൂട്ടിയിടിച്ചു അല്ലെ, കൊളൈഡ് ഹെവിലി ഇൻ മിഡ് എയർ, അന്തരീക്ഷത്തിൽ അവര് പരസ്പരം കൂട്ടിയിടിച്ചു. രണ്ടുപേരും പറന്നു വന്ന് ഒരുമിച്ച് കൂട്ടിയിടിച്ചു. ഷ്രീക്കിംഗ് അറ്റ് ഈച്ച് അതർ, ഉറക്കെ കരഞ്ഞുകൊണ്ട് ദേ റിട്ടേൺ ടു ദ കാക്ടസ് പ്ലാന്റ്, അവർ ആ കാക്ടസ് പ്ലാന്റിലേക്ക് തിരിച്ചുപോയി. അപ്പൊ ഹേളിംഗ് എന്ന് പറയുന്നത് എന്താ? ശക്തിയില് അല്ലെ, ഫ്ലിങ്ങിങ് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്, ശക്തിയിൽ പായുക എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ ഇത്രയും ഭാഗമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത വീഡിയോയോടുകൂടി നമുക്ക് ഈ പാഠഭാഗം തീർക്കാൻ പറ്റും. അപ്പൊ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, വീഡിയോ കാണുക. ഓക്കെ, താങ്ക് യു.